സർ, കഴിഞ്ഞ 30 വർഷമായി ബി.ജെ.പിയുടെ മാത്രം കുത്തകയായിരുന്ന ഒരു സംസ്ഥാനം. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് ബി.ജെ.പിക്ക് ആ സംസ്ഥാനത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേയില്ല. പക്ഷേ 2026-ൽ ഇതാ ചരിത്രം മാറ്റപ്പെടുകയാണ്. ബി.ജെ.പിക്ക് എവിടെയാണ് പിഴച്ചത് എന്നത് മാത്രമാണ് ചോദ്യം. അല്ലെങ്കിൽ ആ ചോദ്യത്തോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട മറ്റൊന്ന്, ഈ പരാജയത്തിലൂടെ, ബീഹാറിലേറ്റ കനത്ത പരാജയത്തിലൂടെ ബി.ജെ.പിക്ക് നൽകുന്ന ഈ പരാജയം നൽകുന്ന ഗുണപാഠം എന്താണ്? അതെ, കഴിഞ്ഞ 30 വർഷമായിട്ട് ബി.ജെ.പി കയ്യിൽ വെച്ചിരുന്നു എന്ന് മാത്രമല്ല, വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം. ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൻ കഴിഞ്ഞ തവണ 50,000-ലധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം. അതിനു മുമ്പ് അദ്ദേഹം 4 പ്രാവശ്യം അവിടെ നിന്ന് ജയിക്കുകയുണ്ടായി, 5 പ്രാവശ്യം അവിടെ നിന്ന് ജയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവ് 4 പ്രാവശ്യം അവിടെ നിന്ന് ജയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവ് നബിൻ കിഷോർ പ്രസാദ് സിൻഹ, അദ്ദേഹമാണ് അതിനു മുമ്പ് ആ മണ്ഡലം കൈവശം വെച്ചിരുന്നത്. പാറ്റ്ന സൗത്ത് എന്ന് പറഞ്ഞ അതായിരുന്നു അതിന്റെ പേര്. പിന്നീട് അത് 2008 മുതൽ പേര് മാറി. എന്നിട്ടും ആ മണ്ഡലത്തിന്റെ മുഴുവൻ കൺട്രോൾ ഈ നബീൻ കുടുംബത്തിന് തന്നെയായിരുന്നു. അദ്ദേഹം പുത്രന് സമ്മാനമായി നൽകിയെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെ നബീൻ കിഷോർ സിൻഹയിൽ നിന്നും നിതിൻ നബീനിലേക്ക് വന്നപ്പോൾ ആ മണ്ഡലം കൂടുതൽ സുരക്ഷിതമായി 50,000-ൽ മേൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു മണ്ഡലമായി മാറി. അതുകൊണ്ട് ബി.ജെ.പി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ മണ്ഡലം തങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാരണവശാൽ കൈവിട്ടു പോകുമെന്ന്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ബി.ജെ.പിയെ ഞെട്ടിച്ചുകൊണ്ട് ആ മണ്ഡലം തിരിച്ചു പിടിച്ചു, അല്ലെങ്കിൽ കൈക്കലാക്കി എന്ന് മാത്രമല്ല, പ്രശാന്ത് കിഷോർ അവിടെ വലിയൊരു ആധിപത്യം, ഏതാണ്ട് 20,000-ന് അടുപ്പിച്ച് വോട്ട്, 19,300 വരെ വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ 45,000-ൽ പരം വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. 45,000-ൽ ബി.ജെ.പി താഴേക്ക് പോയപ്പോൾ 60,000-ന് മേൽ വോട്ടുകൾ അദ്ദേഹത്തിന്റെ കൈവശം പ്രശാന്ത് കിഷോർ നേടുക ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ ഒരു ലീഡല്ല. അപ്പൊ ഏതാണ്ട് 70,000 വോട്ടിന്റെ വ്യത്യാസം അദ്ദേഹം തന്നെ വരുത്തിയിരിക്കുന്നു. ഇത് ആരാണ് വരുത്തിയതെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2025-ലെ തെരഞ്ഞെടുപ്പിൽ 243 മണ്ഡലങ്ങളുള്ള ബീഹാറിൽ 238 സീറ്റിൽ മത്സരിച്ച് 238-ലും തോറ്റ പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടി ആണ്. അദ്ദേഹം അന്ന് മത്സരിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹം ഇപ്പോൾ നവീൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് എല്ലാവരും ഉപദേശിച്ചത്, ഈ മണ്ഡലം താങ്കൾക്ക് ഒരു ബാലികേറ മലയാണ്, അവിടെ നിൽക്കരുത്, അവിടെ നിന്നാൽ വലിയ പരാജയം ഉണ്ടാവും, വീണ്ടും ഒരു പരാജയം ഉണ്ടായാൽ അത് താങ്കളുടെ പാർട്ടിക്കും താങ്കൾക്കും താങ്ങാനാവില്ല, കാരണം ഇത് വ്യക്തിപരമായ ഒരു ബ്ലോയും കൂടെയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം 238 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിന് അദ്ദേഹം ഫ്രീ ആയിട്ട് ബീഹാർ മുഴുവൻ പ്രചരണം നടത്തുകയായിരുന്നു. പക്ഷെ 236 മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് പോയി. 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയത്. ബി.ജെ.പി അതുകൊണ്ട് നവീൻ കിഷോറിനെ ശരിക്കു പറഞ്ഞാൽ എഴുതി തള്ളി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. നമ്മൾ തീർച്ചയായിട്ടും ജയിച്ചു വരും എന്ന് വിചാരിച്ചിടത്താണ് ഈ വലിയ അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്. അപ്പോ ഈ ബാങ്കിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആണ് എന്നവർ പൂർണ്ണമായും വിശ്വസിച്ചു. ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു വിശ്വാസത്തിന് പ്രസക്തിയില്ല. തങ്ങൾ എപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ഒരു ജനതയും ഒരു മണ്ഡലവും ഒപ്പമുണ്ടെങ്കിൽ മാത്രമേ തങ്ങൾക്ക് സുരക്ഷിതമായ വിജയം ഉറപ്പാക്കാൻ കഴിയുള്ളൂ എന്നുകൂടുള്ള ഒരു പാഠമുണ്ട്. രണ്ടാമത്തെ വലിയ പാഠം, അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് പോയിരിക്കുന്നത് മുസ്ലിങ്ങളിൽ ഏതാണ്ട് എല്ലാ വിഭാഗവും, ഏതാണ്ട് ഭൂരിഭാഗവും, 40,000-ഓളം മുസ്ലിങ്ങളുള്ളതിൽ ഭൂരിഭാഗവും ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത് RJDക്ക് പോലുമല്ല, അത് പ്രശാന്ത് കിഷോറാണ്. അത്തരത്തിൽ RJDക്കും ഒരടി കിട്ടിയിരിക്കുകയാണ്. RJDയുടെ കഴിഞ്ഞ തവണത്തെ മെജോറിറ്റിയിൽ നിന്ന് അവര് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൽ നിന്ന് ഒരുപാട് താഴെ പോയി. 14,000 വോട്ടിനാണ് അവർ നിലനിൽക്കുന്നത്. അപ്പൊ അവിടെയും വലിയ ക്ഷീണമുണ്ടായിട്ടുണ്ട്. RJDക്ക് ക്ഷീണമുണ്ടായി, അതുപോലെ തന്നെ ബി.ജെ.പിക്ക് ക്ഷീണമുണ്ടായി. ബി.ജെ.പിയുടെ ക്ഷീണം എന്ന് പറയുന്നത് RJDക്ക് മുസ്ലിം വോട്ടുകളാണ് പോയതെങ്കിൽ ബി.ജെ.പിക്ക് മുന്നോക്കക്കാരുടെ വോട്ടുകൾ ഏതാണ്ട് വലിയൊരു വിഭാഗം പ്രശാന്ത് കിഷോറിന് പോവുകയുണ്ടായി. ഇതിനു പുറമെ ജൻസികൾ, അതായത് യുവാക്കൾ വലിയ തോതിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അവിടുത്തെ മുദ്രാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ടത്
പ്രശാന്ത് കിഷോർ എടുത്ത മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് വിദ്യാഭ്യാസം, രണ്ടാമത്തേത് തൊഴിൽ, മൂന്നാമത്തേത് ശരിയായ വികസനം എന്നുള്ളതാണ്. ഇത് ചെയ്യാൻ അവിടുത്തെ മുഖ്യമന്ത്രി സാമ്രാട് ചൗധരിക്ക് കഴിയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ മെസ്സേജ് കൂടി ജനങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ BJP പറയും അവിടെ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞതുകൊണ്ടാണ്, വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞതിൽ ഞങ്ങളുടെ പലരും വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണവും BJP ആലോചിക്കേണ്ടതാണ്. കാരണം അവിടെ BJPയുടെ നരോത്തം മിശ്രയ്ക്കാണ് അവിടെ സീറ്റ് ആദ്യമായിട്ട് ലഭിക്കണമെന്ന് പറഞ്ഞ് വലിയ ഉത്സാഹത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് വരികയും അദ്ദേഹം അവിടുത്തെ പ്രമുഖനായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ തനിക്ക് ഈ സീറ്റ് കൈവശമാക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിച്ചു. എന്നാൽ BJP അദ്ദേഹത്തെ തഴഞ്ഞു. അതിനുശേഷം അഭിഷേക് കിഷോർ സിൻഹ എന്ന് പറഞ്ഞ ഒരു നേതാവിനെയാണ് അവര് മണ്ഡലത്തിൽ വളരെ സുപരിചിതനായ ഒരു നേതാവിനെയാണ് കൊണ്ടുവന്നത്. പക്ഷെ അദ്ദേഹവും എന്തൊക്കെയോ കാരണങ്ങളാൽ അവസാന നിമിഷം പിന്മാറി. അദ്ദേഹം പറഞ്ഞത് കുടുംബപരമായ കാരണങ്ങളാണ് പറഞ്ഞതെങ്കിലും അതിനപ്പുറം ചില കാര്യങ്ങൾ, അടിയൊഴുക്കുകൾ അവിടെ BJPയുടെ ആഭ്യന്തരമായി ഉണ്ട്, പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞാണ് യുവമോർച്ചയുടെ നേതാവായ നീരജ് കുമാർ സിൻഹയെ അവിടെ പ്രതിഷ്ഠിച്ചത്. നീരജ് കുമാർ സിൻഹ തീർച്ചയായിട്ടും അവിടെ BJPക്ക് വിജയം കൊണ്ടുവരും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് നിതിൻ നബീൻ അടക്കമുള്ളവർ പ്രവർത്തിച്ചത്. പക്ഷേ അത് കയ്യിൽ നിന്നില്ല എന്ന് മാത്രമല്ല, അത്ഭുതകരമായ ഒരു വിജയം പ്രശാന്ത് കിഷോറിന് സമ്മാനിക്കുകയും ചെയ്തു. അപ്പോ പ്രശാന്ത് കിഷോർ എടുത്ത ടാക്ടിക്സ് മൂന്നാണ്. ഒന്ന്, ഈ സർക്കാർ പ്രത്യേകിച്ച് നിതീഷ് കുമാർ മാറിയപ്പോൾ അവിടെ ഒരു വാക്വം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വാക്വം ഫില്ല് ചെയ്യാൻ പ്രമുഖനായ ഒരു മുഖ്യമന്ത്രിയെ BJP കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സാമ്രാട് ചൗധരി അത്രയ്ക്ക് പ്രമുഖനല്ല എന്നൊരു മെസ്സേജാണ് പ്രശാന്ത് കിഷോർ ജനങ്ങൾക്ക് നൽകിയത്. അദ്ദേഹത്തിന് സ്വഭാവശുദ്ധി പോരാ, അദ്ദേഹം ഒരു ഗുണ്ടാശൈലി പ്രവർത്തിക്കുന്ന ആളാണെന്നും പലവിധ പ്രശ്നങ്ങളുള്ള ആളാണെന്നും അദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധിയെ ചോദിച്ചുകൊണ്ട് ബീഹാറിന് നിതീഷ് കുമാർ ഒഴിഞ്ഞ കസേരയിൽ നല്ല ഒരു ക്ലീൻ ആളിനെയാണ് വേണ്ടിയിരുന്നത്. നിതീഷ് കുമാർ ഇതൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിനെ കാലുമാറ്റക്കാരെന്നൊക്കെ ആര് ആക്ഷേപം ഉന്നയിച്ചാലും അദ്ദേഹം സാധാരണക്കാരന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, പിന്നോക്കക്കാർക്ക് വേണ്ടി, അതിപിന്നോക്കക്കാർക്ക് വേണ്ടിയൊക്കെ നിലകൊണ്ടിട്ടുള്ള ആളെന്നുള്ളതിൽ അദ്ദേഹത്തിന് 243 മണ്ഡലത്തിലുമുള്ള സ്വാധീനം എഴുതിത്തള്ളാൻ കഴിയില്ല. കഴിഞ്ഞ തവണ നരേന്ദ്രമോദിയോടൊപ്പം നിതീഷ് ഭായി കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ 243-ൽ 202 സീറ്റ് എന്നുള്ള വിജയം നേടിയത്. അപ്പൊ ഇപ്പോൾ അദ്ദേഹത്തിനെ മാറ്റേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ JDU-നും ഒരു ഭയമുണ്ട്, തങ്ങളെ വിഴുങ്ങുമോ, BJP തങ്ങളെ വിഴുങ്ങുമോ എന്നുള്ളത്. അപ്പോ ഈ വിഷയങ്ങളെല്ലാം നിൽക്കുന്നതിനോടൊപ്പമാണ് ഡൽഹിയിലെ പാറ്റ കലാപത്തിന്റെ ഭാഗമായിട്ട് പാറ്റ്നയിൽ ഒരു കലാപം ഉണ്ടാവുകയുണ്ടായി. അവര് എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും ഈ പ്രക്ഷോഭം വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞ് അവസാന നിമിഷം നടന്ന ആ പ്രക്ഷോഭത്തിൽ ഒരു വെടിവെപ്പും ഒക്കെ ഉണ്ടായി. ആ വെടിവെപ്പിൽ കുട്ടികളടക്കമുള്ളവർ വളരെ രോഷാകുലരാകുകയും അതിന്റെ 2-3 ദിവസം കഴിഞ്ഞുള്ള ഇലക്ഷനാണ് ഇതെന്നുള്ളത് ഒരാഴ്ചക്ക് പോലും ഇല്ലായിരുന്നു. അതിനു മുമ്പ് നടന്ന ഇലക്ഷൻ എന്നുള്ള നിലയിൽ വളരെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയുണ്ടായി. അപ്പോ തൊഴിൽ, വിദ്യാഭ്യാസം എന്നീ പ്രശ്നങ്ങളിൽ യുവാക്കൾ പ്രക്ഷുബ്ധരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ യുവാക്കളുടെ വോട്ട്, മുന്നോക്കക്കാരുടെ വോട്ട്, മുസ്ലിങ്ങളുടെ വോട്ട് എല്ലാം RJD-യിൽ നിന്നും, മുസ്ലിം വോട്ടാണെങ്കിൽ മുന്നോക്കക്കാരുടെയും യുവാക്കളുടെയും വോട്ടുകൾ BJP-യിൽ നിന്ന് പോയിരിക്കുന്നു. BJP അത് തിരിച്ചു പിടിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതായത് യുവാക്കൾ വളരെ അധികം പ്രശ്നത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം, അതായത് പ്രൊഫഷണൽ കോഴ്സുകളിൽ അവർക്ക് അർഹമായ സ്ഥാനം ലഭിക്കുന്നില്ല. അവിടെ ഒരു മാറ്റം ആവശ്യമാണ്. അവിടെ കറപ്ഷൻ നടക്കുന്നു, അതിനു പുറമെ ക്യാപിറ്റേഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ കറപ്ഷൻ ഒന്നും ഇല്ലാതെ നീറ്റ് പരീക്ഷ നടന്നാൽ പോലും 50% വരുന്ന പോസ്റ്റുകൾ വേറെ പല വിധത്തിൽ പോകുന്നു. ആ പോകുന്നത് തങ്ങൾക്ക് യോഗ്യതയുള്ളവർക്ക് കിട്ടുന്നില്ല. അതിൽ ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് ധനികന്മാർ കയറുന്നു. പിന്നെ ജോലി അതുപോലെ തന്നെ റെക്കമെൻഡേഷനിലും ധനത്തിന്റെ പേരിലും ഒക്കെ നേടുന്നു എന്നുള്ള യുവാക്കളുടെ ഭീതി അകറ്റാൻ കൂടി BJPക്ക് കഴിയണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി 2014-ൽ അധികാരത്തിൽ വന്നപ്പോൾ 12 വയസ്സ് ഉള്ള ഒരു കുട്ടി ഇന്ന് 24 വയസ്സിലെത്തിയിരിക്കുന്നു. അപ്പൊ 18-നും 30-നും വയസ്സിനിടയ്ക്കുള്ള ജൻസികളിലധികവും നരേന്ദ്രമോദിക്ക് മുമ്പ് ഉള്ള കോൺഗ്രസ് ഭരണം എങ്ങനെയായിരുന്നു, അവിടെ എത്ര അഴിമതി ഉണ്ടായിരുന്നു, എത്ര സ്ഥലത്ത് ഇവിടെ തീവ്രവാദികൾ ബോംബ് പൊട്ടിച്ചിരുന്നു, എത്ര അരക്ഷിതമായിരുന്നു ഇന്ത്യ, സുരക്ഷിതമായ ഒരു ഇന്ത്യയിലേക്ക് BJPക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പോലും ഇന്നത്തെ കുട്ടികൾക്കറിയില്ല. അപ്പൊ അവര് ചോദിക്കുന്നത്, എന്തിനാണ് നമ്മൾ
വിഭാഗീയത പറയുന്നത്, നമ്മൾ എന്തിനാണ് ദേശീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് നമ്മൾ പരസ്പരം തമ്മിൽ തല്ലുന്ന വിധത്തിലുള്ള അജണ്ടകൾ വെക്കുന്നത്, നമുക്ക് ഒന്നിച്ചു പോയാൽ പോരെ, എന്നിട്ട് വികസനം വേണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസവും തൊഴിലും വേണം എന്നൊക്കെയുള്ള ഒരു പുതിയ ചിന്തയിലേക്ക് വന്നിരിക്കുന്നു. ഇത് ബി ജെ പിയിലെ ജൻസികൾക്ക് ഒരുപക്ഷെ മനസ്സിലാവും ബി ജെ പി എന്താണ് ചെയ്തതെന്ന്, അവർ അതിനുള്ള ക്ലാസ് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അതിനുപരിയായി ഒരു വലിയ വിഭാഗം ജൻസി വന്നിട്ടുണ്ട്. പിന്നെ ജൻസികൾ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വാക്വം ഉണ്ടായപ്പോൾ ആ വാക്വം ഫില്ല് ചെയ്യാൻ പ്രശാന്ത് കിഷോർ എന്ന ഒരു നേതാവിനെയാണ് തിരഞ്ഞെടുത്തത്. അതായത് നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനും ആർ ജെ ഡിക്കും മറ്റ് എസ് പിക്കും അതുപോലെ തന്നെ ഇനി ഭാവിയിൽ ഡി എം കെ അടക്കം ഒക്കെ പിന്നെ തമിഴ്നാട്ടിലെ ഇലക്ഷനിൽ വിജയുടെ വിജയത്തിന്റെ പിന്നിൽ അതാണ് നമ്മൾ കണ്ടത്. ഡി എം കെയും എ ഡി എം കെയും തഴയപ്പെട്ടു. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏതാണ്ട് പല സ്ഥലങ്ങളിലും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ തഴയുന്നു. അതിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ, അല്പമെങ്കിലും അല്ല, ഒരുവിധം പിടിച്ചു നിൽക്കുന്നത് ബി ജെ പി മാത്രമാണ്. പക്ഷെ ബി ജെ പിക്ക് ഈ യുവാക്കളെ കൂടെ അത്തരത്തിൽ കയ്യിലെടുക്കാനും അവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി ഭാവിയിൽ അവർ നേടാൻ ഉദ്ദേശിക്കുന്ന വലിയ നേട്ടങ്ങൾക്ക് സ്കോപ്പുള്ളൂ. കാരണം ബീഹാർ 40 സീറ്റുള്ള ഒരു മണ്ഡലമാണ്. അതിനി ഡീലിമിറ്റേഷൻ ഒക്കെ വരുമ്പോൾ 60 സീറ്റോ അതിന് പുറത്തോ വന്നേക്കാം. പിന്നെ 42 സീറ്റാണ് ബംഗാളിലുള്ളത്, 80 സീറ്റാണ് യു പിയിലുള്ളത്, മഹാരാഷ്ട്രയിൽ 48 സീറ്റാണ്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അടുത്ത 29 ഇലക്ഷനിലേക്ക് ഇവിടെയെല്ലാം തൂത്തുവാരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മറ്റ് മധ്യപ്രദേശ് അതുപോലെ രാജസ്ഥാനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പ്രദേശങ്ങളിൽ തങ്ങളുടെ മേൽക്കോയ്മ വളരെ ശക്തമാണെന്നുള്ള പ്രതീക്ഷയിലാണ് ബി ജെ പി പോകുന്നത്. അപ്പൊ ബി ജെ പി കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ തന്നെ ബി ജെ പി യുവാക്കളുടെ ഒരു ട്രെൻഡിലെ ചേഞ്ച്, അവരിലെ നിരാശ കാണാതെ പോയാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ഇതുപോലെ ഉണ്ടായേക്കാം. അത് കേന്ദ്ര നേതൃത്വം നന്നായി വീക്ഷിക്കുന്നുണ്ട്. അവർ സംഘടനാപരമായും അതിന് ബാഹ്യമായും ഉണ്ടായ പ്രശ്നങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് ഈ 2 ദിവസങ്ങളിലെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള അവരുടെ നിഗമനങ്ങൾ തെളിയിക്കുന്നത്. അവർക്ക് നേർവഴിക്ക് പോകണമെങ്കിൽ ജൻസികളെ കൂടി, അതിൽ ജൻസികൾ ജെനുവിൻ ആയിട്ടുള്ളവരെ കൂടിയെങ്കിലും കൈകാര്യം ചെയ്തു പോകേണ്ടതുണ്ട്. അവർക്ക് വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ പാർട്ടി നൽകേണ്ടതുണ്ട്. എന്തായാലും ബീഹാറിൽ ബി ജെ പിക്ക് അടിതെറ്റിയിരിക്കുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി പരാജയം നുണഞ്ഞിരിക്കുന്നു. ബീഹാറിൽ ജൻസികളെ കൂടെ കൂട്ടുന്നതിൽ അല്ലെങ്കിൽ ജൻസി പ്രതിഷേധത്തെ, പ്രക്ഷോഭങ്ങളെയൊക്കെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ബീഹാറിൽ നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും ഒടുവിലായുള്ള ബി ജെ പിയുടെ ഒരു പരാജയ വാർത്ത പോലും സൂചിപ്പിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.